ഫെബ്രുവരി 18 വിഭൂതി ബുധനാഴ്ച. മത്തായി 6:1-6 വരെയും 16-18 വരെയും വാക്യങ്ങൾ. പണ്ടുകാലത്ത് തെറ്റ് ചെയ്യുന്നവർക്കുള്ള ശിക്ഷ ക്രൂരവും അസാധാരണവുമായിരുന്നു. ഒരിക്കൽ ഒരാൾ ആടുകളെ മോഷ്ടിക്കുന്നതായി പിടിക്കപ്പെട്ടു. അധികാരികൾ അവൻ്റെ നെറ്റിയിൽ ST എന്ന ആദ്യ അക്ഷരങ്ങൾ മുദ്രകുത്തി. അതിൻ്റെ അർത്ഥം ഷീപ്പ് തീഫ് അഥവാ ആടുകള്ളൻ എന്നാണ്. വർഷങ്ങൾ കടന്നുപോയപ്പോൾ ആ മനുഷ്യൻ തൻ്റെ പഴയ ജീവിതം മാറ്റി ഒരു പുതിയ മനുഷ്യനായി. അവൻ ഒരു മികച്ച അളവിൽ നന്മ ചെയ്തു. അയാൾക്ക് വളരെ പ്രായമായപ്പോൾ ചുളിവുകളുള്ള നെറ്റിയിൽ ST എന്നീ അക്ഷരങ്ങൾ കാണാമായിരുന്ന കുട്ടികൾ അവ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കന്മാർ പറയുമായിരുന്നു, ST എന്നത് സെയിൻറ്റ് വിശുദ്ധൻ എന്നാണ്. ശ്രമിച്ചാൽ നമുക്കും നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ഒരു വിപരീത ദിശയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഈ വ്യക്തിയുടെ ജീവിതം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ സഹായം ചോദിക്കുക എന്നത് മാത്രമാണ്. ദൈവത്തിൻ്റെ കരുണ യാചിക്കുന്നതിന് ഏറ്റവും മനോഹരമായ ഒരു ദിവസമാണ് ഇന്ന്, വിഭൂതി ബുധനാഴ്ച. ഈ പ്രത്യേക ദിനത്തിൽ നമ്മൾ നമ്മുടെ നോമ്പുകാല യാത്ര ആരംഭിക്കുന്നു. ഈസ്റ്റർ ഞായറാഴ്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെ ആഘോഷിക്കാൻ നാം സ്വയം ഒരുങ്ങുമ്പോൾ പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും 40 ദിവസത്തെ ആരംഭമാണിത്. തുടക്കത്തിൽ ആളുകൾ 40 ദിവസവും നോമ്പുകാലം ഉപവസിച്ചിരുന്നു. അവർ ഒരു ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചു. അതിജീവനത്തെ നിലനിർത്തുന്ന ഒരു അളവ് ഭക്ഷണം മാത്രമേ കഴിച്ചുള്ളൂ. എന്നാൽ അന്നും ഇന്നും സഭ പഠിപ്പിക്കുന്നത് ഉപവാസം നമ്മൾ കഴിക്കുന്ന ആഹാരത്തെക്കുറിച്ചല്ല, പിന്നെയോ ഹൃദയങ്ങളെ മാറ്റുന്നതിനെക്കുറിച്ചും ആന്തരികമായ പരിവർത്തനത്തെക്കുറിച്ചും ദൈവവും മറ്റുള്ളവരുമായുള്ള അനുരഞ്ജനത്തെക്കുറിച്ചുമാണ്. ഇത് ഒരു കർക്കശമായ രീതിയിൽ ജീവിക്കുന്നതിനെക്കുറിച്ചും നമ്മുടെ സമൃദ്ധിയിൽ നിന്ന് ദരിദ്രർക്ക് നൽകുന്നതിനെക്കുറിച്ചുമാണ്. വിഭൂതി ബുധനാഴ്ച ദുഃഖവെള്ളിയാഴ്ചയോടൊപ്പം കത്തോലിക്ക സഭയ്ക്കുള്ളിലെ ഉപവാസത്തിൻ്റെയും മാംസവർജനത്തിൻ്റെയും ദിവസങ്ങളാണ്. വിഭൂതി ബുധനുമായി ഏറ്റവും വ്യക്തമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു നെറ്റിയിൽ കുരിശിൻ്റെ ആകൃതിയിലുള്ള ചാരപ്പൂശലാണ്. നീ പൊടിയാണ്, പൊടിയിലേക്ക് മടങ്ങും, അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നീ വാക്കുകൾ അതിനോടൊപ്പം ഉണ്ടായിരിക്കും. നമ്മുടെ ജീവിതം പരിമിതമാണെന്നും താമസിയാതെ നമ്മുടെ ശരീരം പൊടി മാത്രമായിരിക്കുമെന്നും ഓർമ്മിപ്പിക്കാൻ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് നൽകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭാവർഷത്തിലെ ഈ സുപ്രധാന ദിനത്തിൽ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈ വിഭൂതി ബുധനാഴ്ചയും വരാനിരിക്കുന്ന മുഴുവൻ നോമ്പുകാലവും നിങ്ങൾക്കും എനിക്കും പ്രതിഫലനത്തിൻ്റെയും വളർച്ചയുടെയും ദിനങ്ങളാകട്ടെ. നമുക്കെല്ലാവർക്കും വേഗത കുറയ്ക്കാനും ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നമ്മൾ പൊടിയാണെന്ന് ഓർമ്മിക്കാനും പൊടിയിലേക്ക് മടങ്ങാനും നിമിഷങ്ങൾ കണ്ടെത്തട്ടെ.
അടുത്ത തവണ നിങ്ങളുടെ മക്കൾ നമ്മൾ എന്തിനാണ് വിഭൂതി ബുധനാഴ്ച എന്ന് ചോദിക്കുമ്പോൾ അവരോട് പറയാം, ഒരു പാപി വിശുദ്ധനാകാനുള്ള സമയമാണിത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, അത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് ഓർമ്മിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.